പോകുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം ആരോഗ്യ കൂട്ടായ്മ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ എല്ലാവരുടെയും ഒരു ഇഷ്ട പാത്രമാണ് അരീക്കോട്ടെ ആരോഗ്യ കൂട്ടായ്മ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നമ്മുടെ ഈ സംരംഭം ഏറ്റെടുത്തുകൊണ്ട് ഒരു മാതൃകയാക്കിക്കൊണ്ട് മലപ്പുറം ജില്ലയിൽ വയനാട് ജില്ലയിൽ വരെ ആരോഗ്യ കൂട്ടായ്മന്റെ നേതൃത്വം നമ്മളെ ഒരു ആരോഗ്യ കൂട്ടായ്മന്റെ പ്രവർത്തകൻ പേര് മറന്നുപോയി, വയനാട്ടില് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവിടെ വരെ ഈ ആരോഗ്യ കൂട്ടായ്മ തുടക്കം കുറിച്ചിട്ടുണ്ട്. പിന്നീട് എടവണ്ണ, അതേപോലെ മമ്പാട്, അതേപോലെ മലപ്പുറം പല സ്ഥലങ്ങളിലും ആരോഗ്യ കൂട്ടായ്മ ചൂട് പിടിച്ചുകൊണ്ട് ഇത്ര നമ്മുടെ ഈ വ്യായാമ പരിശീലനം ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളേവരെയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി, അദ്ദേഹത്തെ കുറിച്ച് ഈ അവസരത്തിൽ 2 വാക്ക് പറയാതെ പോകുന്നത് ശരിയല്ല. ആരോഗ്യ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അയാൾക്ക് നമ്മുടെ സഞ്ജു രാജപ്പൻ ഏത് പരിപാടിക്കും വിളിച്ചാൽ സമയം ഉണ്ടാക്കി വന്ന് അയാൾ താമസം കോഴിക്കോടാണ്. ഒരു ഡോക്ടറെ സംബന്ധിച്ചോളം ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ അവരെ കുടുംബത്തിലും നാട്ടിലെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ ഇടപെടേണ്ട അദ്ദേഹം ഇന്ന് നമുക്ക് ഇന്നിവിടെ എത്തണമെങ്കിൽ അദ്ദേഹം എത്ര മണിക്ക് എണീറ്റിട്ടുണ്ടാവും അതെന്നെ ആലോചിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് ഇതിനു മുമ്പും നമ്മളോട് നടത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ പല പ്രവർത്തകരും അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഇവിടെ കൊണ്ടുവരണം. അതിന്റെ ഭാഗം നമ്മളെ നോമ്പ് തുറക്കും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു ആരോഗ്യ കൂട്ടായ്മയുടെ ഒരു ഡോക്ടറായിട്ട് മാറിയിട്ടുണ്ട് അദ്ദേഹം. അരീക്കോട് ആശുപത്രിയിൽ പ്രത്യേകിച്ചും നമ്മളെ കാഞ്ഞിരാല സുറാക്ക ഈ പരിപാടിക്ക് പ്രഗത്ഭ ഡോക്ടർമാരെ എത്തിക്കുന്നതിൽ ഒരു മുഖ്യ പങ്ക് ആരോഗ്യ കൂട്ടായ്മയ്ക്ക് വേണ്ടി നടത്താറുണ്ട്. അദ്ദേഹത്തെ ഈ ആരോഗ്യ കൂട്ടായ്മയുടെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഈ മീറ്റിംഗിൽ ഇത്രയും ത്യാഗം സഹിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ സഞ്ജു രാജപ്പൻ, വൃക്കയുടെ ആരോഗ്യം, വ്യായാമത്തിന്റെ പങ്ക്, അതാണ് അദ്ദേഹത്തിന്റെ വിഷയം. അദ്ദേഹം പറഞ്ഞ് നമുക്ക് ഡിസ്കസ് ആക്കിയ പോലെ നമ്മുടെ പ്രസിഡന്റും ഇപ്പൊ ഡിസ്കഷൻ വേണ്ട. അപ്പൊ ഇതിന്റെ ഒരു മീറ്റിങ്ങിന്റെ ഒരു എന്താ പറയുക, അതിന്റെ ഒരു ഭംഗി ഇല്ലാതാകുന്നത് കൊണ്ട് അദ്ദേഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അരമണിക്കൂർ ക്ലാസ് തന്നെ മതി. പിന്നെ സംശയങ്ങൾ വ്യക്തിപരമായിട്ട് ഓണപ്പോക്കളൊക്കെ തീർക്കുന്ന എൻ്റെ ഒരു അഭിപ്രായം. അതേപോലെ തന്നെ നമ്മുടെ ആശ്രമത്തിൽ ഒരു പുതുതായിട്ട് ചാർജ് എടുത്ത ഒരു വലിയൊരു മാറ്റം നമ്മൾ ഏറെ ആഗ്രഹിച്ചിട്ടാണ് നമ്മുടെ അങ്ങനെ ആശുപത്രി ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷെ കഴിഞ്ഞ കാലങ്ങളെക്കാൾ ഈ ആശുപത്രിക്ക് മുഖ്യ പരിഗണന നൽകിക്കൊണ്ട് എല്ലാവർക്കും, എല്ലാ വിഭാഗം ആളുകൾക്കും ആ ആശുപത്രിയിൽ അഡ്മിഷൻ കിട്ടത്തക്ക രൂപത്തിൽ അതിനെ മാറ്റി തീർത്ത നമ്മുടെ ബഹുമാനപ്പെട്ട റോബിൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും സ്റ്റേജിലിരിക്കുന്ന മറ്റെല്ലാ ആളുകളും ആരോഗ്യ കൂട്ടായ്മയുടെ സജീവ പ്രവർത്തകരാണ്. അവർ സംഘാടകരായതുകൊണ്ട് അവരെ സ്വാഗതം ചെയ്യുന്നത് ശരിയല്ല. എന്നിരുന്നാലും ആ സ്റ്റേജിലിരിക്കുന്ന മറ്റെല്ലാവരെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആരോഗ്യ കൂട്ടായ്മയുടെയും അല്ലാത്തെയും പ്രവർത്തകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇതിനിടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോകും, നമ്മുടെ മെക്സവൻ ഇന്നലെ മുതൽ അവിടെ അവസാനിപ്പിച്ചു. നമ്മൾ MV ബിൽഡിങ്ങിലായിരുന്നു കഴിഞ്ഞ 4-5 മാസമായിട്ട്. അത് ഇന്ന് മുതൽ ഇവിടെ സ്റ്റേഡിയത്തൊക്കെ മാറ്റിയിരിക്കുകയാണ്. അപ്പം നാളെ മുതൽ സ്ത്രീകൾ ഈ ഭാഗത്തും പുരുഷന്മാർ ആ ഭാഗത്തുമായിട്ട് മുമ്പത്തെ പോലെ നടക്കുന്നതാണ്. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരോഗ്യ കൂട്ടായ്മയുടെ പ്രസിഡന്റ് കുഞ്ഞാപ്പൂനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. സമയക്കുറവ് മൂലം